ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സ്വർണ്ണക്കടത്തുകാരുടെ ശബ്ദമാകുന്നു PV അൻവർ. അൻവറിനെ കേൾക്കാൻ ജമാഅത്തെ ഇസ്ലാമി SDPI കൂട്ടമെത്തുന്നു. CPM നേതാക്കൾ ആവർത്തിക്കുകയാണ് ഈ വാദമുഖങ്ങൾ. ഇതിനിടെ അൻവർ പറന്നു ചെന്നൈയിലേക്ക്. അൻവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കോൺഗ്രസും ലീഗും പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോഴാണ് തമിഴ് മണ്ണിലേക്കുള്ള നിലമ്പൂർ MLAയുടെ യാത്രയും DMK നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും. തിങ്കളാഴ്ച നിയമസഭ ചേരുകയാണ്. അൻവറിന്റെ ഇരിപ്പിടം മുന്നിൽ നിന്ന് പിന്നിലേക്ക് മാറും. അപ്പോഴും ഇരു കൂട്ടർക്കും തള്ളാൻ കഴിയാത്തൊരു ഇരിപ്പിടം പിടിക്കുകയാണോ അൻവർ? RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി 4 തരം അന്വേഷണങ്ങൾ നേരിടുന്ന ADGP ഇവിടെയുണ്ട്. ആ കസേരയ്ക്ക് ഇപ്പോഴും ഇളക്കമേതുമില്ല. അവിടെയാണ് സംഘപരിവാറിന്റെ ഏറ്റവും വലിയ വിമർശകൻ സ്റ്റാലിനൊപ്പം അൻവർ കൈകോർക്കുന്നത്. കേരളത്തെയും തമിഴ്നാടിനെയും വേർതിരിക്കുന്ന വഴിക്കടവ് വഴി അൻവർ ഒരു പാലമിടുകയാണ്. അത് മറ്റൊരു DMKയുടെ ഉദയത്തിനെന്ന സൂചനയും വന്നുകഴിഞ്ഞു. പോലീസിൽ പടരുന്ന കാവ്യയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ അൻവറിനെ തീവ്രവാദികളിലെ ആലയിൽ കെട്ടാനുള്ള തന്ത്രം പാതിവഴിയിൽ പാളിയോ? ഹിന്ദുവിലെ നാഥനില്ലാത്ത മലപ്പുറം പരാമർശത്തിൽ CPIMന് വലിയ വില കൊടുക്കേണ്ടി വരുമോ? നാളെ 5 മണിക്ക് മഞ്ചേരി ജസീല ജംഗ്ഷനിലേക്ക് വരുന്നവരെ തള്ളാനും കൊള്ളാനുമാകാത്ത വിധം CPMനെ ചക്രവ്യൂഹത്തിലാക്കിയോ അൻവർ? ഇത് അൻവറിന്റെ സെക്കുലർ ചെക്കോ? ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു ബീരാൻ, കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് BRM ഷഫീർ, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രമോദ് പുഴങ്കര എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്നിപ്പോൾ ചെന്നൈയിലാണ് PV അൻവർ ഉള്ളത്. ഇന്നലെ തന്നെ മകൻ പോയി DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് അൻവറും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. സ്റ്റാലിനുമായിട്ടുള്ള സമയം തേടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. നാളെ DMK നേതാക്കൾ പോലും അദ്ദേഹത്തിൻ്റെ വിശദീകരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അപ്പോൾ CPM ഇതുവരെ പറഞ്ഞ വാദങ്ങൾ ഇനി നിൽക്കുമോ? കാരണം തീവ്രവാദി കൂട്ടമാണ് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണല്ലോ ഇപ്പോൾ CPM പറയുന്നത്. DMK ആ നിലയിലേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? വരുന്ന വാർത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ PV അൻവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേരുവാൻ ശ്രമിക്കുന്നുവോ അല്ലെങ്കിൽ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഒരു കൺസേൺ അല്ല. കാരണം ഞങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും അർഹമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തു. കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. അദ്ദേഹം ഉയർത്തിയ ജനകീയ പ്രശ്നങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുത്തു. അദ്ദേഹത്തെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ കൃത്യമായി അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്നു. അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു. അദ്ദേഹം പരാതിയായിട്ട് പത്രദൃശ്യ മാധ്യമങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും ആദ്യം ചില ആരോപണങ്ങൾ ഉയർത്തിയത്. ആ ഉയർത്തിയ സമയത്ത് ഗവൺമെൻറ് സംവിധാനം തന്നെ അദ്ദേഹത്തോട് ആ ആരോപണങ്ങൾ എഴുതിത്തരാൻ ആവശ്യപ്പെട്ടു. എഴുതി തന്നു. അതിൻ്റെ പരിശോധനാ വേളയിലാണ് ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി തന്നെ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് അദ്ദേഹം വീണ്ടും പത്രപ്രവർത്തകരുടെ മുന്നിൽ ഈ വിവരങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അൻവർ ഇത്തരം ആരോപണങ്ങൾക്ക് ഇങ്ങനെ തുടരെ ആരോപണം ഉന്നയിക്കരുത്, ഗവൺമെൻറ് സംവിധാനത്തെ വിശ്വസിക്കണം, ഇവിടെ അന്വേഷണം നടക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒരു കൃത്യമായിട്ട് തന്നെ ഒരു ആവശ്യം ഉന്നയിക്കുകയും ഇവിടെ ഗവൺമെൻറ് സംവിധാനത്തെയും മുഖ്യമന്ത്രിയെയും വിശ്വാസത്തിലെടുക്കണമെന്നും വലതുപക്ഷത്തിൻ്റെ നാവായി പ്രവർത്തിക്കാൻ അൻവർ തയ്യാറാകരുത് എന്ന് തുടരെ ആവശ്യപ്പെടുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരുത്തി സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം ഇനി പാർട്ടി പറയുന്നതനുസരിച്ച് ഇവിടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ഇത്തരത്തിൽ സ്വതന്ത്രമായി പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ് പാർട്ടി ലൈനിലേക്ക് വരികയും ചെയ്തു. പിന്നീട് ഒരു 1.5 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പത്രസമ്മേളനം നടത്തി പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അൻവർ ഇടതുപക്ഷമായിട്ട് ഇപ്പോൾ ഒരു ബന്ധമില്ല. CPM തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുവെന്ന്. പക്ഷെ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ഏത് വ്യക്തി ഉയർത്തി എന്നതിൻ്റെ അല്ല, ആ വിഷയങ്ങളുടെ മെറിറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ പരിശോധിച്ച് നടപടിയെടുക്കാൻ വേണ്ടി വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനിടയിൽ അൻവർ 2 പൊതുയോഗം നടത്തി. ചില പൊതുയോഗങ്ങൾ മാറ്റിവെച്ചു. ആ പൊതുയോഗത്തിലും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം ഉന്നയിച്ചു. അത് ആരോപണങ്ങൾ മാത്രമാണ്, തെളിവുകളൊന്നും ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹം കൊടുത്ത പരാതി, ആദ്യത്തെ പരാതി ഗവൺമെന്റിന് കൊടുത്ത പരാതിയുടെ കോപ്പിയാണ്. ആ കോപ്പിയിൽ ഈ പറഞ്ഞ മാധ്യമങ്ങളോട് പറഞ്ഞ ആരോപണങ്ങളൊന്നുമില്ല.
അപ്പോൾ രണ്ടാമത് കൊടുത്ത പരാതി ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്തിന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഒക്ടോബർ മാസം 3-ാം തീയതി വരാം, ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീണ്ടും പത്രസമ്മേളനം നടത്തി പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിന്റെ വഴി, ആരോടും ചേരാം, ആരോടും ചേരാതിരിക്കാം, എന്തും നിലപാടും സ്വീകരിക്കാം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പാർട്ടി അംഗങ്ങളോ അനുഭാവികളോ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്ന സാഹചര്യമില്ല. അദ്ദേഹം കോഴിക്കോടോ മലപ്പുറത്തോ കണ്ണൂരോ എവിടെ പോയി പൊതുയോഗം വിളിച്ചാലും പ്രസംഗം കേൾക്കാൻ ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടാകും. പക്ഷേ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരും പോയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാലോ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഭാഗമായി മാറിയാലോ ദേശീയ പാർട്ടിയുടെ ഭാഗമായി മാറിയാലോ ഇടതുപക്ഷത്തിന് ഒരു കൺസേണുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉയർത്തപ്പെട്ട പ്രശ്നങ്ങളിൽ മാതൃകാപരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കും. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് കീഴ്പ്പെട്ടു പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലില്ല. അത് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇടതുപക്ഷ പ്രവർത്തകർക്കെല്ലാം ബോധ്യമുണ്ട്. മാധ്യമങ്ങൾ വലിയ തരത്തിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾ ഇത്രയും വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ അതിലെ ഉപചോദ്യം ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, അൻവർ ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നുള്ളത്. പക്ഷെ അതിന്റെ ഓർഡർ ശരിയല്ല എന്നേ. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തുകാരെ സഹായിക്കാനാണ് അൻവർ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് അൻവർ ഇടഞ്ഞു തുടങ്ങിയത്. അതിനു മുമ്പ് പോലീസിനെതിരെ, പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അൻവർ പറഞ്ഞത്. അതോടൊപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനം നടത്തിയത്? പിന്നീട് ഒരു പൊതുപരിപാടിയിൽ ചെന്ന് വീണ്ടും അത് ആവർത്തിച്ചത്, തൃശ്ശൂരിലെ ഒരു പൊതുപരിപാടിയിൽ അതിൽ ഒന്നുകൂടി ഊന്നിക്കൊണ്ട് അൻവറിനെ തള്ളി ആ രൂപത്തിൽ പ്രതികരിച്ചത് എന്തിനാണ്? ഒരു കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ, അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്വേഷണം കഴിയുന്നതുവരെ ഈ രൂപത്തിൽ അൻവറിനെ തള്ളി പ്രസംഗിക്കുമായിരുന്നു. അതിനുശേഷം ഇന്നലെ വരെ പാർട്ടി സെക്രട്ടറി പറയുന്നത് എന്താണ്? തീവ്രവാദികൾ ആണ് ഇപ്പോൾ അൻവറിന് പിന്തുണ നൽകുന്നതെന്നാണല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. DMK-യുമായി സഖ്യത്തിലാകുമ്പോൾ ഒരു ചെറിയ പാർട്ടി രൂപീകരിച്ച് DMK സഖ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അൻവറിനെ തള്ളി പറയാൻ സാധിക്കുമോ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചെടുക്കുമോ? കാരണം അൻവറിന്റെ പിന്നിൽ ആരൊക്കെയോ ശക്തികളുണ്ട്, അത് കണ്ടുപിടിക്കുമെന്നാണല്ലോ പറഞ്ഞത്. ആ ശക്തി DMK ആണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ അൻവറിനെതിരെ പ്രസ്താവിച്ചപ്പോൾ അൻവർ നിലപാട് വീണ്ടും കണിശമാക്കി അങ്ങ് പോയി എന്നുള്ള പ്രസ്താവനയൊന്നും ശരിയല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ ആരോപണം അന്വേഷിക്കുന്ന ഘട്ടത്തിൽ പോലീസ് സേനയുടെ മൊത്തത്തിലുള്ള ധൈര്യവും അവരുടെ പ്രവർത്തന സന്നദ്ധതയും തകർക്കുന്ന തരത്തിൽ, ക്രെഡിബിലിറ്റി തകർക്കുന്ന തരത്തിൽ ഒരു ഭരണപക്ഷ MLA തന്നെ പ്രസ്താവനകൾ നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. അതെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ. നിങ്ങളുടെ ആർക്കൈവ് പരിശോധിച്ചാൽ കൃത്യമായിട്ടുണ്ട്. അവസാനം പത്രക്കാർ ചോദിക്കുമ്പോൾ ഇന്ന തരത്തിൽ ധരിക്കാമോ, ഊഹിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ഊഹിക്കാവുന്നു എന്നുള്ളതാണ്. ഇതിലൊന്നും ഒരു തെറ്റും ഭരണ സംവിധാനം കാണുന്നില്ല. ഒരു MLA-ക്ക് നിയമപരമായിട്ട് പരാതി ഉന്നയിക്കാൻ, ആക്ഷേപം ഉന്നയിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടല്ലോ. പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാണ്. അത്തരത്തിലുള്ള ആൾ പല പത്രസമ്മേളനം നടത്തി ഗവൺമെന്റ് സംവിധാനത്തെ ദുർബലമാക്കാൻ ശ്രമിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പലതവണ ബന്ധപ്പെട്ടപ്പോൾ മാത്രം പരാതി എഴുതി കൊടുക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ പുറകിൽ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. CPM-ഉമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസ്താവിച്ചു. LDF-ഉമായി ഒരു ബന്ധമില്ലെന്ന് LDF കൺവീനർ പറഞ്ഞു. അദ്ദേഹത്തെ നിയമസഭയിൽ ഇരിപ്പിടം LDF അംഗങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF കത്തും കൊടുത്തു. അതുകൊണ്ട് ആ ബന്ധം അറ്റുപോയിരിക്കുകയാണ്. ഇനി ഇവിടെ അദ്ദേഹത്തിന് ഏതെങ്കിലും വർഗ ബഹുജന സംഘടനകളിലോ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും സംഘടനാ സംവിധാനത്തിലോ ഒന്നും പ്രവർത്തിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 8 കൊല്ലം ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് യോജിച്ച് നിന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആരോപണങ്ങൾക്ക് മറുപടി കൊടുത്ത് പോകുക എന്നതല്ല ഞങ്ങളുടെ രീതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസിത കാര്യങ്ങളും ക്ഷേമ പദ്ധതികളും എല്ലാം നടപ്പാക്കി ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് മുന്നോട്ട് പോകുക എന്നതാണ്. അദ്ദേഹം ഏത് പാർട്ടിയിൽ ചേർന്നാലും, ഏത് ദേശീയ പാർട്ടിയുടെ ഭാഗമായി മാറിയാലും, അതുപോലെ എന്ത് സംവിധാനം ഉണ്ടാക്കിയാലും. ഏറ്റവും ശക്തമായി ഉന്നയിക്കപ്പെടുന്ന ഒരു വാദം ADGP MR അജിത് കുമാറിനെ നീക്കുമെന്ന് പ്രതീക്ഷിച്ച ഇന്നത്തെ ദിവസവും തീരുകയാണ്. ഇന്നും അദ്ദേഹം ആ കസേരയിൽ തുടരുകയാണ്. ശ്രീ അരുൺകുമാർ, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നത്. ഞാൻ ഷിബു മീരാനിലേക്ക് പോകുന്നു. ഷിബു മീരാൻ, ഇന്നിപ്പോൾ ചെന്നൈയിലെ KTDC റെയിൻ ഡ്രോപ്സ് ഹോട്ടലിൽ വെച്ച് DMK നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ലീഗിലെ ചില നേതാക്കളും ഉണ്ടായിരുന്നു എന്നൊരു വാർത്തയുണ്ട്. നിങ്ങളത് എത്രത്തോളം സ്ഥിരീകരിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ അർത്ഥം എന്താണ്? സ്മൃതി, ഞാനതിന് മറുപടി പറയും. ഇപ്പോൾ ഈ അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന മുന്നണിയിൽ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ ബഹിഷ്കൃതനാക്കുന്നു.
അദ്ദേഹം ഇതിനിടയ്ക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി തോക്കിന് ഒരു ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നുണ്ട്. താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മൾ കേട്ടു. ഇപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി DMK നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഞാനത് പറയുന്നത്, ഇപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സങ്കീർണമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ പോയിപ്പെട്ടിരിക്കുന്നു. അത് അതിജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഓപ്ഷനുകൾ അദ്ദേഹം നോക്കുമല്ലോ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടില്ല. ഇപ്പൊ DMK നേതാക്കളെ അദ്ദേഹം കാണുന്നു. അദ്ദേഹത്തെ DMKയിൽ എടുക്കാൻ താല്പര്യമുണ്ടോ? DMKയുമായി അദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിനെ സംബന്ധിച്ചും DMKയുടെ ഒരു പ്രതികരണം പോലും ഇപ്പൊ നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹൈപ്പോത്തറ്റിക്കലായി അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ല. പിന്നെ ലീഗ് നേതാക്കളെ കണ്ടത് ഇപ്പൊ എന്തെങ്കിലും സൗഹൃദ സന്ദർശനം നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ DMK അല്ലല്ല ഷിബു മീരാൻ, നിങ്ങളിപ്പോൾ അൻവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതികരണം, ഇന്ന് ETയുടെ അടക്കം പ്രതികരണം ഇന്നുകൂടി വന്ന ദിവസമാണ്. അവിടെ ചെന്നൈയിലെ കൂടിക്കാഴ്ചയിൽ ലീഗിലെ ചില നേതാക്കളും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, ആ ഒരു കൂട്ടിന്റെ അർത്ഥം എന്താണ് എന്ന്. സ്മൃതി ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ അതിലേക്ക്. DMK മുന്നണിയിൽ തമിഴ്നാട്ടിൽ ഞങ്ങളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്. ഞാൻ പറഞ്ഞത് സ്മൃതിക്ക് വ്യക്തമായി കാണുന്നു മനസ്സിലാക്കും. പിന്നെ ET മുഹമ്മദ് ബഷീർ സാഹിബും ഡോക്ടർ MK മുനീറും ഇന്ന് റിപ്പോർട്ടർ ചാനലിലൂടെ അടക്കം പറഞ്ഞത് അതൊരു പുതിയ കാര്യമല്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. കാരണം അൻവർ പോലും ഒരു ഘട്ടത്തിൽ ഈ വിഷയങ്ങളെ CPMന്റെ ഭാഗമായി നിന്ന് ന്യായീകരിച്ചപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ് അതിന്റെ തുടർച്ചയുടെ ഒരു ഘട്ടത്തിൽ അൻവർ ഏറ്റെടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അൻവറിന് കൂടി ഒരു നിർബന്ധിതാവസ്ഥയിൽ ഗതികെട്ട് ഒരു സന്ദർഭത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ അൻവർ എന്ന വ്യക്തിയല്ല, അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കയാണ്. കാരണം കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP RSSുമായി ചർച്ച നടത്തുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നാൽ മാറി മാറി അദ്ദേഹം RSS നേതാക്കളെ കാണുന്നു എന്ന വാർത്തയും അതിന്റെ തെളിവും അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്താൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് ചോദിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അതേക്കുറിച്ച് മൗനം പാലിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും ഒരു വ്യക്തി എന്ന നിലക്കല്ല ഞങ്ങൾ അൻവറിനെ നോക്കിക്കാണുന്നത്. കേരളം നോക്കിക്കാണുന്നത് ഏറ്റവും ഒടുവിലാണെങ്കിൽ പോലും ഭരണപക്ഷത്തിന്റെ ഒരാഴ്ച മുൻപ് വരെ CPMന്റെ ചാവേറായിരുന്ന അൻവറിന് പോലും ഏറ്റെടുക്കേണ്ട വിധത്തിലേക്ക് കേരളത്തിലെ പോലീസിനകത്ത് സംഘപരിവാർ പിടിമുറുക്കിയിരിക്കുന്നു. കേരളത്തിന്റെ സിസ്റ്റത്തിനകത്തേക്ക് മാരകമായ ഒരു ക്യാൻസർ പോലെ സംഘപരിവാർ പടർന്നു കയറിയിരിക്കുന്നു എന്നതാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും നിയന്ത്രിക്കുന്നത് സംഘപരിവാർ പശ്ചാത്തലമുള്ള, സംഘപരിവാറിന്റെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു PR ഏജൻസിയാണെന്ന് നമുക്ക് ബോധ്യമല്ലോ. ഹിന്ദുവിനെതിരെ കേസില്ല. ഒരു മാധ്യമം ഒരു അക്ഷരപ്പിശകുണ്ടായി തെറ്റായ ഒരു വാർത്ത കൊടുത്താൽ കേരളത്തിലെ മാധ്യമങ്ങളെ CPM കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ചയുടെ ആങ്കറായ താങ്കൾക്ക് പോലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങളെ വിളിക്കാൻ ഒരു പ്രത്യേക വാക്ക് തന്നെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള CPM ഹിന്ദു മാന്യത കാണിച്ചു എന്ന് പറയുന്നു. PR ഏജൻസിയോട് ഇവർക്ക് പരാതിയില്ല, സുബ്രഹ്മണ്യനോട് പരാതിയില്ല, വിനീത് ഹിൻഡയോട് പരാതിയില്ല. ഗുരുതരമായ ഒരു സന്ദേശം കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ ഭാഗമായി പുറത്തുവിട്ട ആരോടും പരാതിയില്ല. എല്ലാവർക്കും നല്ലവനായ ഗർവാസി സാശാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന മട്ടിൽ പോകുമ്പോൾ അൻവർ പറഞ്ഞത് അടിവരയിടപ്പെടുന്നുണ്ട്. അതിനു മുൻപ് ഞങ്ങൾ പറഞ്ഞത് അടിയിടപ്പെടുന്നുണ്ട്. അൻവറിന് ബോധ്യമാകുന്ന, ഞങ്ങൾക്ക് ബോധ്യമാകുന്ന, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന ഒരു മറുപടി ഇതുവരെ ഈ വിഷയത്തിൽ CPMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. RSSുകാരെ പോയി കണ്ട ADGP ഈ രാത്രിയും തുടരുകയാണ് സ്മൃതി. അതാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്നത്. ശരി, ശ്രീ BRM ഷഫീർ, ഇപ്പോൾ നിയമസഭയിൽ പ്രത്യേക ഇരിപ്പിടം വേണമെന്ന് അൻവർ ആവശ്യപ്പെട്ടു. മുൻനിരയിലായിരുന്നു നേരത്തെയുള്ള ഇരിപ്പിടം മുകേഷിനടുത്ത്. ഇപ്പോൾ അല്പം പിന്നിലേക്ക് പോയി ലീഗ് MLA KM അഷ്റഫിന്റെ അടുത്താണ് അടുത്ത സീറ്റ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പ്രത്യേക ഇരിപ്പിടം എന്ന് പറയുന്നു, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് ഉറച്ചു പറയുകയാണ്. നിങ്ങളാകട്ടെ അൻവർ പറയുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾ നേരത്തെ പല ഘട്ടത്തിലും പറഞ്ഞ കാര്യങ്ങൾ അത്രത്തോളം CPMനെ കൊണ്ടില്ല എങ്കിലും ഇപ്പോൾ അൻവറിന് അത് ഒരു പൊതുവിഷയമായി അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന രൂപത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ CPM പ്രതിരോധത്തിലാകുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. അപ്പോൾ അൻവറിൻ്റെ പുതിയ നീക്കത്തെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? DMK ആയുള്ള ചർച്ച, DMKയുമായി കൂട്ടുചേരാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം, അതെങ്ങനെയാണ് കേരളത്തിൽ പ്രതിഫലിക്കുക? അൻവർ DMK ആയിട്ട് കൂട്ടുകൂടിയാലും ആരുമായിട്ട് കൂട്ടിയാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്യൂ അല്ല. അൻവറിനേക്കാൾ കടുപ്പപ്പെട്ട പല ആളുകളും മുമ്പ് CPM വിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, CPM ഇന്നത്തെ CPM അല്ല.
10-25 കൊല്ലമായി കൈപ്പിടിയിൽ അധികാരവും അധികാരത്തിന്റെ എല്ലാ ശക്തിയും ഉണ്ടായിരുന്ന ബംഗാളും ത്രിപുരയും കേരളവും EMS-ഉം നയനാരും AKGയും അതുപോലെ തന്നെ പാർട്ടി ബഹുജന സംഘടനകളും എല്ലാം ഉണ്ടായിരുന്ന ഒരു CPM വെല്ലുവിളിച്ചുകൊണ്ട് സഖാവ് MV രാഘവൻ പുറത്തു വന്നു. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ഐക്യജനാധിപത്യ മുന്നണി വിശിഷ്ട ശ്രീ ലീഡർ ശ്രീ K. കരുണാകരൻ അദ്ദേഹത്തെ പിടിച്ചണച്ചു. ആ പിടിച്ചണച്ചത് കൊണ്ട് മാത്രം 10-30 കൊല്ലക്കാലം അധികം ജീവിച്ചിരുന്നു ശ്രീ MV രാഘവൻ. പാർട്ടിക്കകത്ത് പടലപ്പിണക്കങ്ങൾ ഉണ്ടായി. അഴിമതിക്കാരിയാണെന്ന് ചിത്രീകരിച്ച് പുറകിൽ നിന്ന് കുത്തി വന്ധ്യവയോധികയായ KR ഗൗരിയമ്മയെ ഇവർ നിഷ്കരണം പാർട്ടിയിൽ നിന്ന് വലിച്ചെറിഞ്ഞു. അവർ പുറത്തിറങ്ങി ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി. അതിന് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന് പേരിട്ടു. ആ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ തുടക്കത്തിൽ അവർ പറഞ്ഞത് ഞാൻ കോൺഗ്രസുമായിട്ട് യോജിക്കില്ല എന്ന് തന്നെയാണ്. ഞങ്ങളും അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷെ ഞങ്ങൾ ചെയ്തത് ആലപ്പുഴ വികസന സമിതിയിൽ അതിന്റെ കൺവീനറായിട്ട് ഞങ്ങൾ ശ്രീ KR ഗൗരിയമ്മയെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരൻ അഡോപ്റ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശ്രീ KR ഗൗരിയമ്മ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം അണിചേർന്നു. ഐക്യ ജനാധിപത്യത്തിന്റെ ഭാഗമായി. എൻ്റെ ഇത് ശരിയാണെങ്കിൽ 2 തവണ ഒരു മന്ത്രിയുമായി. PV അൻവറിന് DMK-യുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ കേരളത്തിൽ എന്തെങ്കിലും വലിയ മൂവ്മെന്റ് നടത്താൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതിനേക്കാൾ വലിയ സൗണ്ട് ഉണ്ടാക്കി ബഹളമുണ്ടാക്കി ഇറങ്ങി തിരിച്ച ആളാണ് ശ്രീ TP ചന്ദ്രശേഖരൻ. അദ്ദേഹം 4 പഞ്ചായത്തുകൾ പിടിച്ചെടുത്തു. 2 അസംബ്ലി സെഗ്മെന്റുകളിൽ ഭൂരിപക്ഷം വന്നു. മണ്ടോടി കണ്ണനെ പോലുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പോലുള്ള ആളുകൾ, മണ്ടോടി കണ്ണന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ധാരയുടെ ഭാഗമായി. 4 പഞ്ചായത്തുകളിൽ CPM-നെ അടപടലെ അത് പറിച്ചു. അദ്ദേഹത്തെ മാർക്ക് ചെയ്ത് കൊന്നു. ആ RMB നിങ്ങൾക്കറിയാം, ഇന്ന് ഒരു MLA ഉണ്ട്, അത് വടകരയിലാണ്. അവരെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അവരെ ഞങ്ങളുടെ സ്വന്തം പെങ്ങളെ പോലെ ഞങ്ങളുടെ കൂടെ നിർത്തി സംരക്ഷിക്കുന്നുണ്ട്. അൻവറിന്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. പിണറായി വിജയനെ തുറന്നു നിർത്തൂ. എന്തുകൊണ്ട് തുറന്നു നിർത്തൂ? അത് RSS ആണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു നിർത്തൂ. 2, അത് മാഫിയകൾക്കുമായിട്ട് കൂട്ടുകൂടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു നിർത്തപ്പെട്ടു. നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞതിൽ വസ്തുതാപരമായിട്ട് പിഴവുണ്ട്. അദ്ദേഹം പറഞ്ഞു എല്ലാ അന്വേഷണവും ഞങ്ങൾ പ്രഖ്യാപിച്ചു, അൻവറിന് ചെയ്യാവുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു. എന്തൊരു കള്ളത്തരമാണ് ശ്രീ അരുൺകുമാർ നിങ്ങൾ പറഞ്ഞത്. ഫോൺ ചോർത്തി ADGP DGP-യുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും പ്രതിപക്ഷ നേതാക്കന്മാരുടെയും മാധ്യമങ്ങളുടെയും പലരുടെയും ഫോണുകൾ ചോർത്തി എന്റെ തെളിവുണ്ട്. ഇതുവരെ ഒരു അന്വേഷണം നിങ്ങൾ പ്രഖ്യാപിച്ചോ? അന്വേഷണം കൊതിക്ക് വേണ്ടി പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. SP ഓഫീസിലെ മരം കൊണ്ടുവന്ന് ADGP-യുടെ വീട്ടിലും സുജിത് ദാസിന്റെ വീട്ടിലും ഫർണിച്ചർ ആയിട്ടിട്ടു. അല്ല, ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ADGP MR അജിത് കുമാറും ഫോൺ ചോർത്തിയിട്ടില്ല, അൻവറും ഫോൺ ചോർത്തിയിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ഫോൺ ചോർത്തലിൽ PV അൻവറിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ല അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് അതിന്റെ വൈരുദ്ധ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ ഫോൺ ചോർത്തലിനെ സംബന്ധിച്ച് ആരുടെ ഫോൺ ചോർത്തൽ? ADGP-യുടെ ഫോൺ ചോർത്തൽ അന്വേഷിക്കണമെന്ന് അൻവർ. ADGP നിരന്തരമായി പ്രതിപക്ഷത്തിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ചില മന്ത്രിമാരുടെയും ഫോണുകൾ ചോർത്തുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം. അന്വേഷണമില്ല. ഗവർണർ സ്വമേധയാ ചോദിച്ചു, റിപ്പോർട്ട് തരൂ. ഗവർണർ ചോദിക്കുന്നതിന്റെ പുറകിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ആ പൊളിറ്റിക്സ് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സേഫായി കേരളത്തിലെ ഔദ്യോഗികമായ പോലീസ് സംവിധാനം റിപ്പോർട്ട് കൊടുത്തു. അൻവറും ചോർത്തിയിട്ടില്ല, ADGP-യും ചോർത്തിയിട്ടില്ല. എന്നാൽ അൻവറിനെ ഒന്ന് മൂക്ക് കയറണമല്ലോ. തോമസ് എന്ന് പറയപ്പെടുന്ന ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ ഒരുത്തരം രാത്രി ഗ്രാമനെ വിളിച്ചുരത്തി ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് രാത്രി 1:50 മുണ്ടക്കയത്ത് ഒരു കേസെടുത്തു അൻവറിന്. എന്ന് പറഞ്ഞാൽ മലയും കുന്നും കയറിയാൽ നടക്കട്ടെ എന്ന്. അതാണ് ഫോൺ ചോർത്തൽ. 3, ഈ ADGP-യുടെ 12 കൊല്ലക്കാലത്തെ വിദേശ യാത്രകൾ, ദുരൂഹമായ വിദേശ യാത്രകൾ. ആ വിദേശ യാത്രകളിൽ ആരെ കണ്ടു, എവിടെ തങ്ങി, എന്ത് ബിസിനസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അന്വേഷിച്ചിട്ടില്ല. ഇതുവരെയും ഒരു അന്വേഷണത്തെയും പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെയും അൻവറിന്റെ ആരോപണങ്ങൾ തള്ളി. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ BJP-ക്കാരെ രക്ഷിക്കാൻ 6 മാസക്കാലത്തോളം ADGP അജിത് കുമാർ ശ്രമിച്ചെന്നും, എന്നിട്ട് അന്വേഷണത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ണൂരിലെ ഇവരുടെ കരളായ നേതാവ് കാരായി രാജനെ അതിനകത്ത് കുടുക്കാൻ ശ്രമിച്ചു എന്നും കൃത്യമായി എവിഡൻസ് വെച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചു. കാരായി രാജനെ കുടുക്കാൻ വേണ്ടി പോലും ശ്രമം നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ചിട്ടും ഒരു അന്വേഷണം നിങ്ങൾ പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പോ ഗുരുതരമായ ഫോൺ ചോർത്തലുകൾ, വിദേശ ബന്ധങ്ങൾ, ADGP-യുടെ ഭാര്യ സഹോദരന്മാരും ബന്ധുക്കളും തൃശ്ശൂരിൽ പൊട്ടിക്കപ്പെട്ട് പുറത്തിറങ്ങുന്ന സ്വർണം,
തൃശ്ശൂരിലെ പല മാർക്കറ്റുകളിലും കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നു എന്ന ഗുരുതരമായ പരാമർശം ഉൾപ്പെടെ നടത്തിയിട്ടും 5 കാര്യങ്ങളിൽ ഒരു അന്വേഷണവും നടത്തിയില്ല. അതുകൊണ്ട് അന്വേഷണമൊക്കെ നടത്തി, എന്നിട്ടും അൻവർ പുറത്തുപോയി എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. എന്നിട്ട് അൻവർ ഒരു കടത്തുകാരൻ എന്ന് പറഞ്ഞു. ഞങ്ങള് ഒരിക്കൽ പോലും ശ്രീ അരുൺകുമാർ, നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവശങ്കരൻ ഒരു കടത്തുകാരൻ, ശിവശങ്കരന്റെ തോഴി ഈ സ്വപ്ന ഒരു കടത്തുകാരി, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കന്മാർ അർജുൻ ആയങ്കി ഒരു കടത്തുകാരൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അർജുൻ ആയങ്കിക്ക് പുറമെ വേറൊരുത്തരുണ്ടല്ലോ, എന്തൊരു തില്ലങ്കേരി, നമ്മുടെ ആകാശ് തില്ലങ്കേരി കടത്തുകാരൻ പറഞ്ഞിട്ടില്ല സാർ. അല്ല പറഞ്ഞില്ല, ആകാശ് തില്ലങ്കേരി കടത്തിട്ടില്ല. അപ്പോ ആകാശ് തില്ലങ്കേരിക്ക് കൊടുക്കാത്ത ചാർത്തൽ, ആയങ്കേരിക്ക് കൊണ്ടുവന്ന് കൊടുക്കാത്തൊരു മേലങ്കി, സ്വപ്നയ്ക്കും അതുപോലെ തന്നെ ശിവശങ്കരനും കൊടുക്കാത്തൊരു മേലങ്കി അൻവറിന്റെ മണ്ടയിൽ അടിച്ചേൽപ്പിച്ചാൽ അതങ്ങ് ഓടിക്കളയും, BJP-ക്കാർ ഉൾപ്പെടെയുള്ളവർ അതങ്ങ് ക്ലിയറാക്കി കളയും എന്നുള്ള ധാരണയായിരുന്നു ഇപ്പൊ പൊളഞ്ഞത്. ഇനി ഞാൻ വേറൊരു സെഗ്മെന്റിലേക്ക് വരാം. അൻവറിനെ നിങ്ങൾ പൂട്ടാൻ വേണ്ടി നിങ്ങൾ വരുത്തി വെച്ച ഒരു വാരിക്കുഴിയിൽ ഇപ്പൊ പിണറായി വീടില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അൻവർ ഒരു സ്വർണമായും സ്വർണം പൊട്ടിക്കലുമായിട്ടും വിദേശ ബന്ധങ്ങളുമായിട്ടും വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിന്റെ കരളായ ഭാഗത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം ഒരു ജില്ലയാകെ സ്വർണമാണ്, സ്വർണ്ണക്കടത്താണ്, ജില്ലയാകെ ദേശവിരുദ്ധമാണെന്ന് വരുത്താൻ തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം, ഡൽഹിയിൽ റിപ്പോർട്ടറിന് കിട്ടിയോന്നറിയില്ല, വിവാദമായ PR ഏജൻസിയുടെ അഭിമുഖത്തിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആലോചിക്കണം, 12 ഈ മീഡിയ സ്ഥാപനങ്ങൾക്ക് വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും ഒരു ഇന്റേണൽ, ഒരു പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന പേരിൽ സ്വർണവുമായി ബന്ധപ്പെട്ട ചില കണക്കിൽ കൊടുത്തുകൊണ്ട് ഒരു ചില നീക്കങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ കൊടുക്കാനുള്ള കുറിപ്പ് തയ്യാറാക്കിയെന്ന വാർത്ത ബ്രേക്ക് ചെയ്തത് റിപ്പോർട്ടറാണ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോ തിരുവനന്തപുരത്തെ വിവാദമായ വാർത്താ സമ്മേളനം, ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിന് മുമ്പുള്ള കുറിപ്പ് കൊടുക്കൽ അഥവാ പോലീസ് റിപ്പോർട്ടാണെന്ന പേരിൽ വാട്സപ്പുകളിൽ അയച്ചു കൊടുത്ത സംഭവം, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ വിവാദ പത്രസമ്മേളനത്തിലെ ചില ആളുകളുടെ സാന്നിധ്യം, അതിനുശേഷം വിവാദ കുറിപ്പുകൾ തള്ളിക്കയറ്റി കൊടുത്തത്, ഇതെല്ലാം ചെയ്തത് ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിന്റെ പുറകിൽ RSS ആണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അരുൺകുമാർ ഇപ്പോഴും RSS ആയി കാണത്തില്ല. പക്ഷെ അരുൺകുമാർ വിശ്വസിക്കുന്ന നേതാക്കന്മാർ ഒന്നാകെ RSS ആണ്, പോലീസ് RSS ആണ്. ഞാൻ സ്മൃതി ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഇടത് ചാടുന്നത്? CPI ഉൾപ്പെടുന്ന ഇടതുപക്ഷ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്രേ, നിങ്ങൾക്ക് അടുത്തതിന് ഒരു തുടർഭരണം ഒരിക്കൽ കൂടി ഉണ്ടാക്കി തരാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? അപ്പോ വിരോയ് വിശ്വം മിണ്ടിയിലെത്രേ, എന്നിട്ട് പറഞ്ഞു, എനിക്കതുണ്ട്, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി തന്നെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും RSSന്റെ കേന്ദ്ര നേതൃത്വത്തിനോട് RSS ലൈൻ സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ. നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ല. BRM ഷഫീർ, ഞാൻ വരാം. ഇനി എനിക്ക് പോകാനുള്ളത് ശ്രീ പ്രമോദ് പുഴങ്കരയിലേക്കാണ്. അല്ലല്ല, അത് ഞാൻ വ്യക്തമാക്കി തരാം. സ്മൃതി അതുകൂടെ പറഞ്ഞുതരാം, ഉദാഹരണം പറഞ്ഞുതരാം. സ്മൃതി കേൾക്ക്, വേഗം പറയൂ. ഞാൻ വർക്കലയിൽ, ഹലോ പറയൂ വേഗം. ഞാൻ വർക്കലയിൽ മത്സരിച്ചു. ഞാൻ വർക്കലയിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ, നിങ്ങൾ അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞാൻ പാറ്റേൺ എടുത്ത് പരിശോധിച്ചപ്പോൾ BJP മുന്നണിക്കും 25,000 മുകളിൽ വോട്ട്. ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വെറും 10,100, 15,000 വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു മതത്തിന്റെ പേരിൽ. CPM-ഉം BJP തമ്മിലുള്ള ധാരണയുടെ പുറത്ത് നിങ്ങൾക്കറിയോ, അത് BJP-യിൽ നിന്ന് CPM-ലേക്കാണ് ഒഴുകിയത്. 55,000 വോട്ടുണ്ടായിരുന്ന CPM-ന് വർക്കലയിൽ 70,000 വോട്ടായി മാറി. കൊടുത്തത് RSS ആണ്, വാങ്ങിയത് CPM ആണ്. ഇവർ രണ്ടുപേരും ഒന്നാണ്. 68 മണ്ഡലങ്ങളിൽ കച്ചവടം ഉണ്ടായിരുന്നു. പ്രതിക്ക് വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ മണ്ഡലങ്ങളുടെ പേര് പറയാം. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വോട്ട് ചോർച്ച എന്ന വിലയിരുത്തലാണ് CPM നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഈ PR ഏജൻസി വിവാദം സംസ്ഥാന സമിതിയിൽ എങ്ങനെ ഉന്നയിക്കപ്പെട്ടു എന്നതിന്റെ വിവരങ്ങളടക്കം പുറത്തു വരികയാണ്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാദങ്ങളെ തള്ളിക്കൊണ്ട്
എതിർവാദം ഉന്നയിച്ചത്, സംശയങ്ങൾ ഉന്നയിച്ചത് MV ജയരാജനാണ്, K ചന്ദ്രൻപിള്ളയാണ് എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവാദങ്ങളുടെ പുകമറ നീക്കുകയെന്ന ലക്ഷ്യവുമായി സംസ്ഥാന സമിതി അംഗീകരിച്ച രേഖ കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതേ സംശയങ്ങൾ വരും, ഇതേ ചോദ്യങ്ങൾ ഉയരുമെന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ പറയുന്ന ന്യായീകരണം ജനത്തിന് ദഹിക്കുമോ എന്ന ചോദ്യം സംസ്ഥാന സമിതിയിൽ ഉയർന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. പ്രമോദ് പുഴങ്കര, ഈ PV അൻവറിന്റെ ഈ പുതിയ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? PV അൻവറിന് മുഴുവൻ പിന്തുണയും ലഭിക്കുന്നത് തീവ്ര നിലപാടുള്ളവരിൽ നിന്നാണ് എന്നിവിടെ CPM ആവർത്തിച്ച് പറയുമ്പോഴാണ് RSSന്റെ BJPയുടെ ഏറ്റവും ശക്തനായ എതിരാളിയെന്ന് വിശേഷിക്കപ്പെടുന്ന സ്റ്റാലിനുമായി കൈകോർക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം, DMK നേതാക്കൾ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള സൂചനകൾ അടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ രാഷ്ട്രീയ നീക്കം എങ്ങനെയാണ് CPMന് തിരിച്ചടിയാവുക, ശ്രീ പ്രമോദ്? വാസ്തവത്തിൽ തുടക്കം മുതൽ തന്നെ PV അൻവറിനെ CPMുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നതിലുപരി വളരെ നേരിട്ട് തന്നെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചീഫ് മിനിസ്റ്റർ ഓഫീസും CM ഓഫീസും അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ വേഗത്തിൽ അൻവറിനെ ഒരു ഇസ്ലാമിക മത തീവ്രവാദിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ്, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ അത് CPM അവസരവാദപരമായി നടത്തിയ, ഒരുപക്ഷെ കേരളത്തിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സംഘപരിവാറും അതിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയവും കേരളത്തിൻ്റെ സാമൂഹ്യ ശരീരത്തിൽ അതിഭീകരമായ വിധത്തിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്ന അതിൻ്റെ രാഷ്ട്രീയ വെറുപ്പും വർഗീയ വിദ്വേഷവും കുത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ടാക്ടിക്സ്, ഇത്തരത്തിലുള്ള ഒരു അടവെടുത്ത് കൊണ്ട് തങ്ങളുടെ ഒരു രാഷ്ട്രീയ എതിരാളിയെ ഒതുക്കാം എന്നുള്ള CPIMന്റെ ആ തീരുമാനം സത്യത്തിൽ അതിൻ്റെ ഇന്നേ വരെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം ഏതെങ്കിലുമൊക്കെ തരത്തിൽ കൊണ്ടു നടക്കുമ്പോൾ അത് കീപ്പ് ചെയ്യേണ്ട, അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു മതേതര നിലപാടിന് വിരുദ്ധമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അൻവർ എന്ന് പറയുന്നത് CPIMന് ഒപ്പം നിന്നിരുന്ന കാലത്ത് CPIMന്റെ നേതാക്കളെയും CPIMന്റെ നാനാവിധ താല്പര്യങ്ങളെയും അതുപോലെ തന്നെ അതിലുള്ള ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഒരു കോട്ടറി അല്ലെങ്കിൽ ഒരു മാഫിയ സംഘം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗത്തെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പുത്തൻ വർഗ രാഷ്ട്രീയ ധനിക മുതലാളിയായിട്ട് രാഷ്ട്രീയ എതിരാളികളെയും മാധ്യമപ്രവർത്തകരെയും മറ്റ് ഇടതുപക്ഷ അഭിപ്രായങ്ങൾ CPMന് പുറത്ത് നിന്ന് പറയുന്നവരെയും ഒക്കെ എന്ത് വൃത്തികേടും പറഞ്ഞ് ആരോപിക്കാവുന്ന ഒരു നാവായി കൊണ്ടു നടന്ന ഒരാളാണ് അൻവർ. അൻവറിൻ്റെ പുറകിലായിരുന്നു ഇവരെല്ലാം നിന്നിരുന്നത്. പക്ഷേ അതേ അൻവർ പുറത്തേക്ക് പോകുമ്പോൾ അയാൾക്കെതിരെ രാഷ്ട്രീയമായി, അയാൾക്കെതിരെ സംഘടനാപരമായി നടപടിയൊന്നും എടുക്കാൻ CPMന് കഴിയില്ല, അയാൾ അതിൻ്റെ ഉള്ളിലല്ല. പക്ഷേ അയാൾക്കെതിരെ രാഷ്ട്രീയമായ നിരവധിയായിട്ടുള്ള എതിർപ്പുകൾ അവർക്ക് ഉന്നയിക്കാം, ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾ നടത്താം. അൻവറുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ യോജിപ്പോ ചായ്വോ പ്രകടിപ്പിക്കാവുന്ന ഒന്നും തന്നെ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ, CPMന്റെ ഒപ്പം നിൽക്കുന്ന ആ കാലത്തെല്ലാം. പക്ഷേ അയാൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് കരുതി, നമുക്ക് രാഷ്ട്രീയമായി യോജിപ്പില്ലാത്ത ഒരാളാണെന്ന് കരുതി ഉടനെ തന്നെ അയാളെ മത തീവ്രവാദിയാക്കുകയോ ഇസ്ലാമിക തീവ്രവാദിയാക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്ര അപകടകരമായ ഒരു ആഖ്യാനത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഒരു CPIMൽ നിന്ന് പുറത്തു പോകുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ആണെന്നിരിക്കട്ടെ, ഇങ്ങനെയൊക്കെ മതം പറഞ്ഞ് സംസാരിക്കുന്നത് തന്നെ എനിക്ക് സാമാന്യമായി കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ നമുക്ക് ലജ്ജ ഉണ്ടാവേണ്ട കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും CPM നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇതാണ്. ഒരു ഹിന്ദുവായിട്ടുള്ള ഒരാൾ CPMൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയാൽ ഉടനെ തന്നെ അയാൾ സംഘപരിവാറുകാരനാണെന്നോ അയാൾ ഹിന്ദുത്വ തീവ്രവാദിയാണെന്നോ ആരെങ്കിലും ആക്ഷേപിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് CPMൽ നിന്ന് എത്രയോ ആളുകൾ പുറത്തു പോയിട്ടുണ്ട്. BJP ശക്തമായിട്ട് നിൽക്കുന്ന കാലത്ത് പുറത്തുപോയ ആളുകളുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ ആരോപിച്ചിട്ടുണ്ടോ? ഇല്ല. മതന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിമായിട്ടുള്ള ഒരാൾ CPMനെതിരെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ ഇസ്ലാമിക തീവ്രവാദിയാക്കുകയും അതിന് യാതൊരു തെളിവുകളുമില്ല, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അതിന് രാഷ്ട്രീയമായി മുന്നോട്ട് വയ്ക്കാവുന്ന ഒന്നുമില്ല. ഒരു ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇയാളുടെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളാണ് എന്നുള്ള മട്ടിൽ പറയുകയാണ്. ഇത് ഈ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുടെ സ്വാധീനം ചെറുതായിട്ടില്ല എന്നോ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളില്ല എന്നോ നമുക്ക് വാദങ്ങളില്ല. പക്ഷേ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ വീഴ്ചയെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന CPMന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പുത്തൻ വർഗത്തിൻ്റെ രാഷ്ട്രീയ ധനിക മാഫിയ വാഴ്ച എന്ന് പറയുന്നത് പലതരത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള തർക്കങ്ങളിൽപ്പെട്ട് ഉലയുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു
മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെ തീവ്രവാദികളാക്കുക, തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇസ്ലാമിക തീവ്രവാദികളാക്കുക എന്നുള്ളതൊക്കെ എത്ര ഭീകരമായ ഒരു സാമൂഹ്യ വിപത്തിലേക്കാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തെ, സാമൂഹ്യ ശരീരത്തെ എത്രമാത്രം മുറിവേൽപ്പിക്കുന്നതാണെന്നും മാത്രവുമല്ല അത് സംഘപരിവാറിന് കേരളത്തിൽ വീണ്ടും വീണ്ടും സ്വാധീനമുണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റുന്ന എന്നുമാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് DMK-യുമായുള്ള കൈകോർക്കൽ എങ്ങനെയാണ് അതൊരു മറുപടിയാകുന്നത് ശ്രീ പ്രമോദ് പുഴങ്കര? കാരണം സെക്യുലറായ നേതാവായി അദ്ദേഹം വാഴ്ത്തപ്പെടുന്നതാണ്. RSSനെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് അതിശക്തമായ പ്രതികരണം, രാഷ്ട്രീയമായി തന്നെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിയുമായി കൈകോർക്കുമ്പോൾ അത് എങ്ങനെയാണ് ആ സഖ്യത്തെ കാണുന്നത്? DMK-യുമായിട്ട് അൻവർ DMK-യിൽ ചേരുമോ? അൻവറിനെ താൽക്കാലികമായിട്ട് ഇപ്പോൾ DMK-യുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ട് അവർ നാളത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ സഖ്യം അതാണ് ഇപ്പോൾ അറിയാനാകുന്നത്. അൻവറിനൊരു പാർട്ടി ഉണ്ടാകും ആകട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ അൻവറിൻ്റെ പാർട്ടിക്കോ അൻവറും DMK-യുമായുള്ള ഒരു ബാന്ധവത്തിനോ ഒന്നും കേരളത്തിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഒരു ജനകീയമായ അടിത്തറ എന്ന് പറയുന്നത് അത്ര വലുതാക്കാനും കഴിയില്ല, അത് അൻവറിനും അറിയാം. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ മുന്നണി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരാളുടെ ഒറ്റയാൾ എന്നുള്ള രൂപത്തിൽ ഒരു 20 പൊതുയോഗങ്ങൾ നടത്തിക്കൊണ്ട് നിലനിൽക്കാൻ കഴിയില്ലെന്ന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സാമാന്യമായ ധാരണ അൻവറിനുള്ളത് കൊണ്ടാണ് അയാൾ ഒരു പാർട്ടി ഉണ്ടാക്കുകയും ഒട്ടും മോശമല്ലാത്തൊരു രാഷ്ട്രീയ നീക്കം എന്നുള്ള നിലയിൽ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രബല കക്ഷികളിൽ ഒന്നായ മതേതര കക്ഷിയായ DMK-യുമായി കൂട്ടുചേരുകയും ചെയ്യുന്നത്. CPM ചെന്നുപെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് CPM തുടക്കത്തിൽ തന്നെ ഈ അൻവറിനെ ഒരു മതതീവ്രവാദിയാക്കുകയും ഒരു മതബദ്ധമായ ഒരു രാഷ്ട്രീയ അജണ്ടകളുള്ള ഒരാളാക്കി മാറ്റുകയും ചെയ്തിട്ട് CPIM-ന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ DMK അൻവറിനൊപ്പം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ മതതീവ്രവാദത്തിൻ്റെ സൂചി എങ്ങോട്ടാണ് തിരിച്ചു വയ്ക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിൽ വേറൊരു വലിയ വിഷയം കൂടിയുള്ളത്, ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിക്കൊപ്പം അൻവർ ചേരുമ്പോൾ അൻവറിനെ എങ്ങനെയാണ് ഇവരിനി ഈ മതതീവ്രവാദത്തിൻ്റെ ആക്രമണം അൻവറിനെതിരെ തിരിച്ചിടുക എന്നുള്ളത്. അതുകൊണ്ടുകൂടിയാണ് അയാൾ അത്തരമൊരു സഖ്യത്തിലേക്ക് പോകുന്നതും. മറ്റൊന്ന് ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറയേണ്ടത്, ഇത് CPM ഇത് ചെയ്യുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നടത്തിയ പല നീക്കങ്ങളും, ഉദാഹരണത്തിന് പൗരത്വ നിയമ ഭേദഗതി ഉയർത്തിക്കാട്ടിയിട്ടുള്ള ചില സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ പലസ്തീൻ ഇഷ്യൂ, ഇതെല്ലാം ഒരു വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് താൽക്കാലികമായി കൈയടക്കുന്നതിന് വേണ്ടിയുള്ള ചില തട്ടിപ്പ് പരിപാടികൾ എന്നുള്ള രീതിയിൽ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രചരണം വേണ്ടത്ര ഏശാതെ വരികയും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയിലേക്ക് നയിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും തിരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും തങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട്, മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് വേണ്ടത്ര കിട്ടിയില്ലെങ്കിലും BJP-യിലേക്ക് പോയ കുറച്ച് വോട്ടുകളെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്നതിനുള്ള ഒരു ടാക്ടിക്കായിട്ടാണ് ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അരുൺകുമാർ, താങ്കളുടെ ആദ്യ പ്രതികരണം. ഇപ്പോൾ DGP റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. ഇതിപ്പോൾ പുതിയ അത്ഭുതമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഇവിടെ 2 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, 3 തരത്തിൽ ഈ റിപ്പോർട്ടിനെ, അതായത് ഇവിടെ കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിൻ്റെ മേൽ 3 തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇതിൽ 3ാമത്തെ കാര്യം, ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. ആ ചുമതലപ്പെടുത്തിയ കാര്യം വിത്തിൻ അവേഴ്സിനുള്ളിൽ, അതായത് 1 ദിവസമായുള്ളൂ, അതിനുള്ളിൽ തന്നെ അവർ തീരുമാനമെടുത്ത്, ആ തീരുമാനം എന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ADGP-യുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്താൻ കാരണം, അതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ട് വന്നിരിക്കുന്നു, തുടർ നടപടി എടുക്കും എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 8 കൊല്ലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 107 പോലീസുകാർക്ക് നടപടിയെടുത്ത ഭൂരിഭാഗം ആളുകളും ഈ പറയുന്ന ഈ തൃശൂർ പൂരം
ഗോപുരമടക്കമുള്ള വിഷയങ്ങൾ, അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ, ഇതിലൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പോലീസ് അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് കൈമാറേണ്ടതുണ്ട്, അതിന്റെ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ RSS നേതാക്കളെ ADGP കണ്ടു എന്ന് ADGP തന്നെ സമ്മതിച്ചിട്ടുണ്ട്, RSS നേതാക്കൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിന്മേൽ ഇനി എന്ത് അന്വേഷണമാണ്? അതിലൊരു രാഷ്ട്രീയ നിലപാട് പറയാൻ ഇനിയും കാത്തിരിക്കണം. എൻ്റെ നിലപാട് എന്ന വേറൊരു ശബ്ദത്തിലാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ത് നിലപാടാണ്? RSS ADGP കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ നിലപാടുണ്ടോ? ഇനി രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ഒരു നിലപാട് പറയുകയാണെങ്കിൽ അത് സാങ്കേതിക നിലപാട് മാത്രമാണ്, നിയമപരമായ നിലപാട് മാത്രമാണ്. ബഹുമാനപ്പെട്ട സ്മൃതി, ഞാനിപ്പോൾ 1 മിനിറ്റ് പറഞ്ഞപ്പോഴേക്കും താങ്കൾ ഇടപെട്ടു. നമ്മുടെ ഈ ചർച്ചയുടെ ആ ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കിയേ. CPM പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി, ലീഗ് പ്രതിനിധി, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, ഏതു സമയത്തും ഇടതുപക്ഷ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ. അതായത് ഒരു CPM പ്രതിനിധിയെ നേരിടാൻ വലതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ 3 പേർ അപ്പുറത്ത്, പിന്നെ ആങ്കറും. 1 മിനിറ്റ് ഞാൻ സംസാരിക്കുമ്പോഴേക്കും ആങ്കർ ഇടപെടുകയാണ്. ഈ ചർച്ചയിൽ ആകെ 4.5 മിനിറ്റ് എനിക്ക് ആദ്യം അനുവദിച്ചു. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് 4.5 മിനിറ്റ്. പിന്നെ സംസാരിച്ച 23 മിനിറ്റും ഇടതുപക്ഷ വിരുദ്ധത സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ UDFിൽ നിന്ന് തന്നെ 2 പേരെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. ഒരു കോൺഗ്രസ്, ഒരു ലീഗ്, ഒരു വലതുപക്ഷ നിരീക്ഷകൻ. ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ഇന്നലെ ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് 2020 സമയത്ത് രൂപപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുമ്പ് രൂപപ്പെട്ട 1.5 വർഷം പ്രവർത്തിച്ച അതേ സഖ്യം ഇപ്പോഴടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് രൂപപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഏത് തരത്തിൽ ആശങ്കകൾ ഉന്നയിച്ചാലും, ഏത് തരത്തിൽ ചാനൽ ചർച്ചകൾ നടത്തി മണിക്കൂറുകൾ അതിൽ ഡിബേറ്റ് നടത്തിയാലും ഗവൺമെന്റിന് നിയമപരമായിട്ടേ പ്രവർത്തിക്കാൻ കഴിയൂ. ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ്. അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രലോഭനം ഉണ്ടാക്കുകയോ വെല്ലുവിളിക്കുകയോ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ മന്ത്രിസഭയെ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്താൽ അത് പിടിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ധൃതി പിടിച്ച് നിലപാടെടുക്കുന്ന ഒരു നിലപാടല്ല ഗവൺമെന്റിൻ്റെത്. ഗവൺമെന്റ് അത്തരത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. ഒരാളെ പോലും സംരക്ഷിക്കേണ്ട സാഹചര്യം ഈ ഗവൺമെന്റിനില്ല. ഇത് എത്ര തവണ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ പറഞ്ഞു, കഴിഞ്ഞ 68 ദിവസമായി നയാ പൈസ ഈ കേരളത്തിന് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കൊടുക്കാത്തത് എന്ത് എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ ഒരു ചാനലും 1 മിനിറ്റ് പോലും ആ ന്യൂസ് അവറിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. 7 CPM പ്രവർത്തകരെയാണ് ഞങ്ങളത് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ 7 മണിക്ക് ചർച്ച ചെയ്തു. അപ്പോൾ താങ്കൾ ആ പറയുന്ന വാദം ശരിയല്ല. ഇനി ഞാൻ ഇത്രയും അതിഥികളെ ഈ വിഷയത്തിൽ വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്കറിയാം. PV അൻവർ ആണ് നമ്മുടെ വിഷയം. PV അൻവർ നടത്തിയ പ്രതികരണങ്ങളോട് ലീഗ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ പ്രതികരണമുണ്ട്. ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ, എല്ലാവർക്കും ശബ്ദമുണ്ട്, എല്ലാ ശബ്ദങ്ങളും കേൾക്കട്ടെ. തങ്ങൾക്ക് അനുകൂലമായ ശബ്ദം മാത്രം കേൾക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ PR ഏജൻസി വിവാദത്തിൽ ഞങ്ങളിതാ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, അവിടെ സ്റ്റോപ്പ് ഇട്ടോളണമെന്ന് താങ്കൾക്ക് എങ്ങനെ, നിങ്ങളുടെ പാർട്ടിക്ക് എങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റും? എതിർ ശബ്ദങ്ങളും കൂടി ഒന്ന് കേൾക്കൂ, കുറച്ച് സഹിഷ്ണുത കാണിക്കൂ. താങ്കൾക്ക് സമയം തരാത്തൊരു പ്രശ്നം വരുന്നില്ല, താങ്കൾക്ക് പറയാം. ഒറ്റ മിനിറ്റ്. താങ്കൾ പറഞ്ഞ വാദം പച്ചക്കള്ളമാണ്. ഞാൻ പറഞ്ഞ വാക്കിനും വാചകത്തിനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു ചാനൽ പോലും ഇന്നലെ പ്രൈം ന്യൂസ് അവറുകൾ കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞ ആ വിധിന്യായം അല്ലെങ്കിൽ ഇൻട്രീം ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നതാണ്. 7 മണിക്കും 8 മണിക്കുമാണ് പ്രൈം ന്യൂസ് അവർ. ഒറ്റ ചാനലും ചർച്ച ചെയ്തില്ല. നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു. ഇന്ന് ചർച്ച ചെയ്തത് അതിന് മറ്റു പല സാഹചര്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. കാരണം ഈ കേരളത്തിന് 5 പൈസ തരാത്തത് തമിഴ്നാടിന് തൊട്ടടുത്ത് ത്രിപുരയ്ക്ക് കൊടുത്തു, ആന്ധ്രയ്ക്ക് കൊടുത്തു, തെലങ്കാനയ്ക്ക് കൊടുത്തു, ബീഹാറിന് കൊടുത്തു, മണിപ്പൂരിന് കൊടുത്തു, നാഗാലാൻഡിന് കൊടുത്തു. ഇതെല്ലാം കേരളത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഇതിലും തുച്ഛമായി വളരെ ചെറിയ പ്രകൃതി ദുരന്തമുണ്ടായ, വളരെ കുറച്ച് നാശനഷ്ടമുണ്ടായ, വളരെ കുറച്ച് ആളുകൾ മരണപ്പെട്ട സംസ്ഥാനങ്ങൾക്കാണ് കൊടുത്തത്. ഈ കേരളത്തിന് കൊടുത്തത് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞത് കൃത്യം തന്നെയാണ്. അതുപോലെ തന്നെ സരൺകുമാർ തന്നെ അതിലെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചർച്ചയിൽ എത്ര തവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി നിങ്ങൾ തള്ളിക്കളയുന്നില്ല. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യാറ്. പല ഘട്ടങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ ആ ചർച്ചയിൽ ഉരുത്തിരിയുമ്പോൾ ആ വാചകങ്ങൾ അതേപടി എടുത്തുകൊണ്ട് ഇന്നലെ അതാ നിങ്ങൾ 9 മണിക്ക് ചർച്ച ചെയ്തതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ദയവ് ചെയ്ത് 7 മണി തൊട്ട് 8 മണി വരെ അത് തന്നെയായിരുന്നു ചർച്ച. ഇനിയുള്ള സമയം താങ്കളുടേതാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ ADGP വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാം. ഞാൻ ചോദിക്കുന്നത് സർക്കാരിന്റെ നടപടിയെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയ നിലപാട് പറയാത്തതിനെ കുറിച്ചാണ്. അരുൺ, മനസ്സിലാവാഞ്ഞിട്ടല്ലോ.
ഞങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ 10 ഇടതുപക്ഷ വിരുദ്ധരെ ഇരുത്തി ചർച്ച ചെയ്താലും ആ ചർച്ച കേട്ടല്ലോ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കുകയായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമായിരുന്നോ? 2020 ഒക്ടോബർ മാസം മുതൽ 2021 മെയ് മാസം വരെ ഈ കേരളത്തിലെ ഓരോ ചാനലുകളും ചർച്ച നടത്തിയ, ഓരോ പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതിയ, നിങ്ങൾ ഓരോരുത്തരും ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത ഓരോ വാർത്തയും എടുത്ത് പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് ഒരു 10 സീറ്റ് തികച്ചു കിട്ടുമായിരുന്നോ ഈ കേരളത്തിൽ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും എതിർപ്പിന്റെ ശബ്ദത്തെ അവഗണിക്കുന്ന രീതിയില്ല, ഒരസഹിഷ്ണുതയില്ല. ഇതെല്ലാം നിങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. ഇടതുപക്ഷത്തെ തകർക്കണം, അതിന് CPM-നെ തകർക്കണം, CPM-ന്റെ നേതാക്കന്മാരെ വ്യക്തിപരമായി ആക്രമിക്കണം, കുടുംബപരമായി ആക്രമിക്കണം. അതിനുവേണ്ടി അജണ്ട വച്ചുകൊണ്ട് ഓരോരുത്തരും മത്സരിച്ച് ഒരേപോലുള്ള വാർത്തകൾ ഒരേപോലെ പ്രക്ഷേപണം ചെയ്യുന്ന സാഹചര്യം ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര പേരെ വേണമെങ്കിലും അപമാനിച്ചത്, വ്യക്തിപരമായി ആക്രമിച്ചത്, അരുൺ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോലെ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കോപ്പി പേസ്റ്റ് എന്ന പോലെ നേതാക്കൾ ഒരുമിച്ച് സ്ഥിരമായിട്ട് ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഉരുവിടുന്ന വാചകങ്ങളാണ്. അത് ദയവായി നിർത്തിയിട്ട് ചോദ്യത്തിന് ഉത്തരം പറയൂ. രാഷ്ട്രീയ നിലപാട് എന്താണ് ADGP RSS കൂടിക്കാഴ്ചയിൽ? ഇനി പറഞ്ഞൂടെ, റിപ്പോർട്ട് കൊടുത്തില്ലേ? പറയൂ. അല്ല, ഈ നിലപാട്, രാഷ്ട്രീയ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര ദിവസം മുമ്പ് പറഞ്ഞു? പോലീസ് ലീഡർഷിപ്പിനെ അല്ലെങ്കിൽ പോലീസുകാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കോ ഗവൺമെന്റിന്റെ കാര്യത്തിനോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സമുദായ പ്രസ്ഥാനങ്ങളോ മറ്റ് സംഘടനകളായോ ചർച്ച ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്, വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അതിന് അതിൻ്റെതായിട്ടുള്ള ചട്ടവട്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആരെയാണ് സംരക്ഷിക്കേണ്ടത്? ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ വലിയ സഖ്യമെന്ന്. ഈ തൃശൂർ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും 86,695 വോട്ട് നഷ്ടപ്പെട്ടത് ഇടതുപക്ഷത്തിൻ്റെതല്ല. ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരിക്കുന്ന ആൾ വീണ്ടും ആവർത്തിക്കുകയാണ്, മത തീവ്രവാദിയാക്കി, ഇസ്ലാം തീവ്രവാദിയാക്കി അൻവറിനെ മാറ്റിയെന്ന്. CPM എവിടെയാണ് മത തീവ്രവാദിയാക്കി, ഇസ്ലാം തീവ്രവാദിയാക്കി അൻവറിനെ മാറ്റിയത്? 5 നേരം നിസ്കരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ പാർട്ടി വിടുന്നതെന്ന് പത്രസമ്മേളനം നടത്തി. അല്ല, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ വന്ന് പറയുകയാണ് മത തീവ്രവാദിയാക്കി, ഇസ്ലാം തീവ്രവാദിയാക്കി അൻവറിനെ മാറ്റിയെന്ന്. ഏത് നേതാക്കന്മാരാണ് അങ്ങനെ പറഞ്ഞത്? 5 നേരം നിസ്കരിക്കാൻ എന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് പോകേണ്ട സാഹചര്യമെന്ന് അൻവറല്ലേ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? അങ്ങനെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ എന്തു നുണയും വ്യാജവാർത്തയും പറയും. അത് ചാനൽ ചർച്ചകളിൽ വന്ന് അങ്ങ് ആവർത്തിക്കാൻ ചില ആളുകളെ കൊണ്ടുവന്നിരുത്തും, എന്നിട്ട് അങ്ങ് ആക്രമിക്കും, എന്നിട്ട് പറയും എല്ലാം ക്ലിയർ ആണെന്ന്. നിങ്ങൾ ആക്രമിച്ചോളൂ, നിങ്ങൾ നുണപ്രചരണം നടത്തിക്കോളൂ, ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ. ചർച്ചയുടെ തുടക്കത്തിൽ കൊടുത്ത 2 ബൈറ്റുകൾ MB ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയുമാണ്. ആ 2 ബൈറ്റുകളിലും പറയുന്ന കാര്യങ്ങൾ താങ്കളും കേട്ടതല്ലേ? അതെ, ആ ബൈറ്റ് ഇപ്പൊ നിങ്ങൾ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഇന്നലെയും മിനിങ്ങാന്നുമായി ജനങ്ങൾ കണ്ടതാണ്, ജനങ്ങൾ കേട്ടതാണ്, ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി രാഷ്ട്രീയ നിലപാട് അവതരിപ്പിച്ചതാണ്. ഇവിടെ ഉയർന്നു വരുന്ന ഏതെങ്കിലും വിഷയം ശരിവെക്കുന്ന, സാധൂകരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ 8 കൊല്ലമായിട്ടുണ്ടോ? എത്രയോ അന്വേഷണങ്ങൾ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, CBI, NIA, ED, താങ്കൾക്കാണ് സമയം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നോക്കൂ, നിങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന വാദം ശക്തമായി ഉയർത്തിയിട്ടാണല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നിങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന വാദം ഉയർത്തിയിട്ടാണ്. നിങ്ങൾ ശരിയാണ്, കേന്ദ്രത്തിന്റെ നിയമങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ സമരം മുഖത്തേക്ക് ഇറങ്ങാനും ആളുകളെ സംഘടിപ്പിക്കാനും സംഘടനകളെ ആകർഷിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ പിന്തുണച്ച കാന്തപുരം വിഭാഗത്തിന്റെ മുഖമാസിക റിസാലയിൽ ഇന്ന് വന്ന ലേഖനം താങ്കൾ വായിച്ചോ? നിങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. പിണറായി വിജയൻ ആരുടെ PR ഏജന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സമുദായ സംഘടനയുടെ ലേഖനം നോക്കി പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ. ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാൽ CPM-ന്റെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. CPM-ന്റെ ഭരണഘടനയും പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളുടെ പരിപാടിയിൽ കൃത്യമായി ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വളരെയായി വിശദീകരിച്ചിട്ടുണ്ട്. അത് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഈ പരിപാടിയുടെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത്. ഏത് ദുർബലമായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടനയും പരിപാടിയും നടപ്പാക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷ പീഡനമാണെന്നോ ന്യൂനപക്ഷ വിരോധമാണെന്നോ ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗത്തിന് പിന്തുണ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? ആ പിന്തുണ നിങ്ങൾ സ്വീകരിച്ചു. കാന്തപുരം വിഭാഗം എല്ലാ കാലത്തും ഇടത് സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ്, എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് അവർക്ക് മറിച്ച് സംശയം ഉയരുന്നത്? ആ വിഷയം നിങ്ങൾ അഡ്രസ് ചെയ്യാത്ത എന്താണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ? അവരോടാണ് ചോദിക്കുക.
ഞങ്ങളുടെ പരിപാടിയുടെ പ്രയോഗവൽക്കരണമായി മുന്നോട്ട് പോകുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പരിപാടി എന്നുള്ള പാർട്ടി പരിപാടി സമയം കിട്ടുമ്പോൾ വെബ്സൈറ്റിലെങ്കിലും ഒന്ന് അടിച്ചു നോക്ക്, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. CPM-ന്റെ പാർട്ടി പരിപാടി ഇന്ന് തന്നെ ഞാൻ താങ്കൾക്ക് അയച്ചു തന്നിരിക്കും. സമയവും സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. എന്താണെന്ന് പരിപാടി എന്ന് ഇതുവരെ അറിയാത്തതും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഈ സംശയം ഉണ്ടാകുന്നത്. അതൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. ഈ ചാനൽ ചർച്ചയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതല്ലേ? എന്താണ് CPM-ന്റെ പരിപാടി എന്താണെന്ന് ചോദിക്കാൻ ഇത്രയും നാളെ മാധ്യമ രംഗത്ത് നിൽക്കുന്ന ആള് CPM-ന്റെ പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പരിപാടിയുടെ ബാലപാഠം പോലും താങ്കൾക്ക് അറിയില്ലെന്നല്ലേ. ന്യൂനപക്ഷ സംരക്ഷകർ എന്ന വാദം നിങ്ങൾ ഉയർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു. ഇപ്പോൾ നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നു. നിങ്ങളെ പിന്തുണച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് തന്നെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നു, അവിശ്വാസം വരുന്നു. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതിലെന്താണ് നിങ്ങൾക്ക് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പുച്ഛിച്ചിട്ട് കാര്യമില്ല. അരുൺ, മറുപടി പറഞ്ഞാൽ മതി. അല്ല, 2019 140-ൽ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിൽ പോയിരുന്നു. ഇപ്പോൾ കിട്ടിയ വോട്ടിംഗ് ശതമാനത്തിൽ കൂടുതൽ അന്നുണ്ടായിരുന്നു. ആ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിൽ പോയപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചല്ലോ ഇതേ ചോദ്യം തന്നെ, ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന് ചോദിച്ചു. ആ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ പുറകിൽ പോയ ഞങ്ങളാണ് 99 സീറ്റ് കിട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് തിരിച്ചു വന്നത്. ഇവിടെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി പല സംഘടനകളും പിന്തുണ നൽകിയിട്ടുണ്ട്. പലരും ഞങ്ങളോട് യോജിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടത്തിലും അവർ എതിർപ്പിന്റെ ശബ്ദവും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വർഗീയതയെ പീഡിപ്പിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷ വർഗീയതയെയും കൃത്യമായിട്ട് എതിർക്കുന്ന മതരാഷ്ട്രവാദികൾ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഒരേ തട്ടിൽ രണ്ട് തരം വർഗീയതകളെയും ഇപ്പോൾ അളക്കാനുള്ള സമയം തന്നെയാണ്, ശരിയായ സമയം. ശരി, അതാണ് നിങ്ങളുടെ നിലപാട്, വ്യക്തമാവുകയാണ്. BRM ഷഫീർ, 30 സെക്കൻഡ് പറയാമോ? അല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പ് എപ്പോഴെല്ലാം വരുന്നോ അപ്പോഴെല്ലാം ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ സ്നേഹം, മനസ്സിലായില്ലേ? നിയമസഭാ തിരഞ്ഞെടുപ്പ് എപ്പോഴും വരുന്നു ഭൂരിപക്ഷ സ്നേഹം, ന്യൂനപക്ഷ വർഗീയത. ഇതാണ് കേരളത്തിലെ CPM. ഒറ്റ കാര്യം, ADGPക്കെതിരെ ഇപ്പോൾ റിപ്പോർട്ട് വന്നു. അങ്ങനെ ഈ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാനായിരുന്നുവെങ്കിൽ ഇന്നലെ എന്തിനാ മുഖ്യമന്ത്രി 3 അന്വേഷണ റിപ്പോർട്ട് പ്രഖ്യാപിച്ചത്? 3 അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ. RSS മേധാവി അത് പറയുന്നത് വരെ അന്വേഷണം ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം ആർക്കും അറിയാം, നിങ്ങൾ ജോർജ് കുര്യൻ ഡൽഹിയിലുള്ള ദിവസം മര്യാദ കാണിക്കാൻ കുമാർ, നിങ്ങളൊരു ഹൈക്കോടതി വക്കീലല്ലേ? നിങ്ങൾ പറഞ്ഞ 13 മിനിറ്റ് നേരം കേട്ടോണ്ടിരുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് നിങ്ങൾ ഇടയ്ക്ക് തട്ടിക്കാറുന്നത് ശരിയാണോ? അതൊരു മര്യാദയാണോ? എനിക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണ വേണ്ട, ഒരു പുഴങ്ങരയുടെ പിന്തുണ വേണ്ട നിങ്ങളെ കൈകാര്യം ചെയ്യാൻ. കോൺഗ്രസിന്റെ വക്താവായി ഞാൻ ഭരിക്കുന്നുണ്ടല്ലോ, 100 ഞങ്ങൾക്ക് ആരുടെ പിന്തുണയൊന്നും വേണ്ട. കാര്യത്തിലേക്ക് വരൂ. മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ജോർജ് കുര്യൻ താമസിച്ച ഡൽഹിയിലായിരിക്കവേ ജോർജ് കുര്യനെ കാണാൻ എന്ന പേരിൽ കേരളത്തിലെ ഒരു എണ്ണപ്പെട്ട RSS നേതാവ്, നിങ്ങൾ മുമ്പിനാൽ ഉപയോഗപ്പെടുത്തിയ നേതാവ്, ഈ ADGPയെ 4 മണിക്കൂർ നേരം കണ്ടു. അന്വേഷണം പ്രഖ്യാപിക്കോ? 4 മണിക്കൂർ നേരം കണ്ട കേരളത്തിലെ RSS നേതാവിനെ കണ്ട് ADGPക്കെതിരായി നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കോ? ഇല്ലല്ലോ. ഞങ്ങൾക്കറിയാം. ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ കേസ് നിങ്ങൾ റഫർ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ കേസ് റഫർ ചെയ്തു. എങ്ങനെയാണെന്നറിയോ? ഈ ADGP അജിത് കുമാർ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് ആലപ്പുഴയിലെ എൻക്വയറി ഓഫീസർ ആലപ്പുഴ അദ്ദേഹത്തെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണം റഫർ ചെയ്യാൻ പറഞ്ഞതിന്റെ രേഖകളുണ്ട്. CCTV ഞങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയോ ഫോൺ ചോർത്തിയതിനെ സംബന്ധിച്ച് ഈ ADGP നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഉൾപ്പെടെ ഫോൺ ചോർത്തിയത് എങ്ങനെയാണെന്നറിയോ? ഈ അജിത് കുമാർ തിരുവനന്തപുരത്ത് റൂറൽ SP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഗ്രേഡ് SI, അദ്ദേഹം പിന്നീട് ക്രൈംബ്രാഞ്ചിൽ വന്നു. സൈബർ സെൽ, തിരുവനന്തപുരത്തെ സൈബർ വിഭാഗത്തിൽ അദ്ദേഹമുണ്ട്. അയാളുടെ പേരൊക്കെ വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്ന രേഖയുണ്ട്. അയാൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രേഡ് SI ക്രൈംബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന SP ആയി അജിത് കുമാർ തിരുവനന്തപുരം റൂറലിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന, പിന്നീട് തിരുവനന്തപുരം സൈബർ സെല്ലിൽ ഉണ്ടായിരുന്ന
ഒരു ഗ്രേഡ് എസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചതിൽ എന്ത് അന്വേഷണമാണ് നടന്നിരിക്കുന്നത്? ഈ റിപ്പോർട്ട് എന്താണ്? ADGP MR അജിത് കുമാർ സ്ഥാനത്ത് നിന്ന് തെറിക്കുമോ എന്നാണല്ലോ അറിയേണ്ടത്. ക്രമസമാധാന ചുമതലയിൽ നിന്നും ഉറപ്പായിട്ടും മാറ്റും എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞതാണ്. ഈ റിപ്പോർട്ട് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അതിലപ്പുറം ഒരു കാര്യത്തിലേക്കും പോകാൻ സാധ്യതയില്ല എന്ന സൂചനകളുണ്ട്. നമുക്ക് നോക്കാം, നാളെ ആ റിപ്പോർട്ടിന്മേൽ ഒരു തീരുമാനം വരും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാട് കൂടി നമുക്ക് കേൾക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, അഡ്വക്കേറ്റ് BRM ഷഫീർ, പ്രമോദ് പുഴങ്കര ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.